ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ ഏപ്രിൽ 14 2023 അതായത് ഡോക്ടർ BR അംബേദ്കറുടെ 132ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഹുസൈൻ സാഗർ, ഹൈദരാബാദിലെ ഹുസൈൻ സാഗറിൻ്റെ തീരത്ത് 125 അടി ഉയരമുള്ള പ്രതിമ തെലങ്കാന മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ ഷോർട്ട് ഫോമാണ് KCR. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം സ്റ്റാച്യു ഓഫ് യൂണിറ്റി, സർദാർ വല്ലഭായ് പട്ടേലിൻ്റേത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ ഏതെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 14 2023 ഡോക്ടർ BR അംബേദ്കറുടെ 132ാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഹൈദരാബാദിലെ ഹുസൈൻ സാഗറിൻ്റെ തീരത്ത് 125 അടി ഉയരത്തിൽ പ്രതിമ തെലങ്കാന മുഖ്യമന്ത്രി KCR ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ ഡീറ്റെയിൽ നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമയാണ് ഡോക്ടർ BR അംബേദ്കറുടെ 132ാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഹുസൈൻ സാഗറിൻ്റെ തീരത്ത് 125 അടി, ശ്രദ്ധിക്കുക, 125 അടി ഉയരമുള്ള പ്രതിമ തെലങ്കാന മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മനസ്സിലാക്കുക. ദെൻ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കെട്ടിടത്തോട് സാമ്യമുള്ള 50 അടി ഉയരമുള്ള വൃത്താകൃതിയിലുള്ളൊരു ബേസ്മെൻറ്റ്, അതായത് ഒരു അടിത്തറ ഉൾപ്പെടെയാണ് ഇതിന് 175 അടിയായി ഉയരം വരുന്നത്. 125 അടി നമ്മുടെ നോർമൽ അംബേദ്കറിൻ്റെ പ്രതിമയും ബാക്കി 50 നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കെട്ടിടത്തോട് സാമ്യമുള്ള 50 അടി ഉയരത്തിൽ ഒരു വൃത്താകൃതിയിലുള്ളൊരു ബേസ്മെൻറ്റ്, അതായത് ഒരു അടിത്തറ ഇതിന് ഉണ്ട്, അതായത് നമ്മുടെ ഈ പ്രതിമയ്ക്കുണ്ട്. അങ്ങനെ മൊത്തം 175ആണ്. ഇൻ കേസ് PSCയുടെ ഓപ്ഷനിൽ 175 150 വന്നേക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ദെൻ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് ഹൈദരാബാദിലെ ഈ പ്രതിമ. അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് ഹൈദരാബാദിലെ പ്രതിമ. 1990 അംബേദ്കറിന് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന നൽകി നമ്മൾ ആദരിച്ചത്. 1990 അംബേദ്കറിന് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന നൽകിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ദെൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമനീതി വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. നിയമമന്ത്രിയായിട്ടാണ് നമുക്കറിയപ്പെടുന്നത്. നിയമനീതി മന്ത്രിയായിരുന്നു അദ്ദേഹം. ഭീംറാവു റാംജി അംബേദ്കർ മറാത്തിയിലും ഹിന്ദിയിലും ബഹുമാനപ്പെട്ട പിതാവ് എന്നർത്ഥം വരുന്ന, അതായത് ബാബാ സാഹേബ്, ബഹുമാനപ്പെട്ട പിതാവ് എന്നർത്ഥം വരുന്ന ബാബാ സാഹേബ് അംബേദ്കർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഭീംറാവു റാംജി അംബേദ്കർ ബാബാ സാഹേബ് എന്നും അറിയപ്പെടുന്നു.